ഇരിക്കുന്നതിന് വെച്ച് സീറ്റ് ബെൽറ്റ് ഇല്ലേ? ഇതിന് സീറ്റ് ബെൽറ്റിന് ആവശ്യമില്ല. ഇത് 61 മോഡലല്ലേ? 61 മോഡലിന് സീറ്റ് ബെൽറ്റ് വേണ്ടേ? വേണ്ട. പി ഗണേഷ് കുമാർ സിറ്റി തന്നെ ഉണ്ട്. അതെ, വേണമെങ്കിൽ ഒന്ന് വെക്കാം, പക്ഷെ ആവശ്യമില്ല ശരിക്കും. ഓക്കെ, അപ്പൊ സീറ്റ് ബെൽറ്റ് വേണ്ടെന്ന് മനസ്സിലായി. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പുറയിൽ ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പ്രൊസഷൻ കവടിയാർ രാജകൊട്ടാരത്തിന് മുന്നിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോ 6 മണിക്ക് നമുക്ക് ടാഗോർ തിയേറ്ററിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമുണ്ട്. നമ്മളപ്പോൾ അതിലേക്ക് പോകും. നമ്മളൊക്കെ വളരെ വളരെ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇത് എന്തായാലും സധൈര്യം അദ്ദേഹം നേരിടും, നമ്മളൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് വണ്ടി പോട്ടെ. യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ഇപ്പോൾ നമ്മള് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് കവടിയാറിൽ നിന്ന് നമ്മൾ പതുക്കെ ഈ പ്രൊസഷൻ ആരംഭിക്കുകയാണ്. കവടിയാറിൽ നിന്ന് യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം വാഹന റാലി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമേഷ് ബാലകൃഷ്ണൻ കൂടി വിവരങ്ങൾ വച്ചിരുന്നു. ഉമേഷ്, അപ്പോൾ വാഹന റാലിക്ക് തുടക്കമായിരിക്കുന്നു. ഉമേഷ്, വിവരങ്ങൾ. ഉന്മേഷ്, നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഒടുവിൽ റാലി ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ SKN ഏറ്റവും പിറകിൽ SKN ഉണ്ട്. ഏറ്റവും മുന്നിൽ ഇപ്പോൾ നമ്മളോട് ഏറ്റവും മുന്നിലുള്ളത് ഈ റോളർ സ്കേറ്റിംഗ് പഠിക്കുന്ന കുട്ടികളാണ്. തൊട്ട് പിന്നാലെ SKN-ഒപ്പം 1961 മോഡൽ വില്ലിസ് ജീപ്പിൽ SKN മുന്നോട്ട് പോകുന്നു. തൊട്ട് പിന്നാലെ നമ്മുടെ ഹാർലി ഓണേഴ്സ് ക്ലബിന്റെ വാഹനങ്ങൾ നിരനിരയായി പോകുന്നു. ഓരോ ഒന്നായ ഹാർലി ക്ലബിന്റെ വാഹനങ്ങൾ പോകുന്നു. തൊട്ട് പിന്നാലെയാണ് നമ്മുടെ വനിതാ റൈഡേഴ്സിന്റെ. അതൊരു വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഈ അമ്മമാർ അതിഥികളാക്കി നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ ഈ വനിതാ റൈഡേഴ്സ് കൂടി, അത് അവരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. അവർ മുന്നോട്ട് പോകാൻ പോകുന്നു. എന്തായാലും ഈ രീതിയിൽ വലിയ ഓരോരുത്തരും, അതായത് ഓരോ ടീമും ഒന്നിനു പുറകെ ഒന്നായി പോകുന്നു. എന്തായാലും ഈ റൈഡിങ് നിങ്ങളുടെ ലഹരി ഇതല്ലേ? എൻ്റെ ലഹരി എന്ന് പറയുന്നത് പാഷനാണ്. ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നതും ഈ ബൈക്ക് റൈഡിംഗ് ആണ്. ഞാൻ 19 വർഷമായി. ലഹരിക്കെല്ലാം അടിമകളായി ചിലപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്താണ് അവർക്ക് ഒരു മോട്ടിവേറ്റ് ഇതിനെതിരെ വരാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ? ആക്ച്വലി ഞാൻ 2023 ഞാനും മകനും ചേർന്നിട്ട് പിന്നെ സ്പിറ്റി വാലിയിൽ നിന്ന്, അതായത് ഹിമാചലിൽ നിന്ന് കേരളം വരെ ഞങ്ങളൊരു 40 ദിവസത്തെ ഒരു റാലി നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെതിരായിട്ട്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ക്ലബ്ബായിട്ട് ഒത്തൊരുമയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റാലി പങ്കെടുക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. തിരിച്ചു വരുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ പാഷൻ എന്താണോ ആ പാഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരവും ഉണ്ട് അവർക്ക്. ശരി ഉമേഷ്, അപ്പോൾ വാഹന റാലിക്ക് തുടക്കമായിരിക്കുന്നു. കവടിയാറിൽ നിന്ന് ഷഫീദ് റാവുത്തർ ഇപ്പോൾ ഈ റാലിക്കൊപ്പമുണ്ട്. ഷഫീദ്, അങ്ങനെ സമൂഹത്തെ ഈ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കാൻ വലിയൊരു യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. കവടിയാറിൽ നിന്നിപ്പോൾ വാഹന റാലി ആരംഭിച്ചിരിക്കുന്നു. അത് ടാഗോർ തിയേറ്ററിലേക്ക് എത്തും. അവിടെ മഹാസമ്മേളനം നടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട റാലി ഉദ്ഘാടന വേദിയായിട്ടുള്ള തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാഘോഷ പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇതിന് പല മാനങ്ങളുണ്ട്. കാരണം ഈ റാലിയുടെ തന്നെ ഏറ്റവും മുൻപിൽ പോകുന്നത് സ്കേറ്റേഴ്സ് ആണ്. പക്ഷേ ആ കുട്ടികൾ നാളത്തെ പുതുതലമുറ, നാളത്തെ ഭാവി. അപ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന, അവർ നൽകുന്നൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് 24 ഈ പരിപാടിയിലൂടെ നമ്മുടെ സംസ്ഥാന ഒട്ടാകെ നമ്മൾ സഞ്ചരിക്കുന്ന യാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരം കവടിയാറിലെ രാജവീതി അതുവഴി ടാഗോറിലേക്ക്, തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലേക്ക് പോകുന്ന 24ന്റെ SKN 40 ജാഥ റാലി, അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മുൻപ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒരുമിച്ച്
ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ പൂർത്തീകരിക്കേണ്ട ഒരു കർമ്മ പദ്ധതി കൂടിയാണിത്. അതിൽ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല, കൊടിയടയാളങ്ങളില്ല, മറ്റൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. ഈ കഴിഞ്ഞ 2-2.5 മാസക്കാലമായി സംസ്ഥാനത്ത് നമ്മൾ കാണുന്ന അക്രമ സംഭവങ്ങളുണ്ട്. അതിനെതിരെ പ്രതിരോധം തീർക്കുകയാണ് 24 ലക്ഷ്യം വെക്കുന്ന ഈ യാത്ര, അല്ലെങ്കിൽ 24 ഈ യാത്ര കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും യൂത്തിന്റെ ഒരു വലിയ അഡ്രസ്സിംഗ്, അതല്ലെങ്കിൽ നമ്മളുടെ യുവതലമുറയുടെ ഒരു വലിയ അഡ്രസ്സിംഗ് അത് നമുക്ക് ഈ റാലിയിൽ കാണാൻ സാധിക്കും. അവർ തന്നെ പറഞ്ഞു, ചാല സ്കൂളിലെ അധ്യാപിക അടക്കം അംഗമായിട്ടുള്ള അവരുടെ വനിതാ ക്ലബ്ബ്, ആ ക്ലബ്ബ് അതടക്കമുള്ള കാര്യങ്ങൾ അവരിലടക്കം പറഞ്ഞ കാര്യമുണ്ട്. ചാല സ്കൂളിലെ അധ്യാപികയായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻവോൾവ്മെന്റ്സ് ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇത് ആ രീതിയിൽ സക്സസ് ആയി പോവുകയുള്ളൂ. നമുക്ക് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും റാലി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് SKN14 റാലി ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ യാത്രയ്ക്ക് തുടക്കമാകുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കും എന്ന SKNുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഈ യാത്രയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് കൈമാറണം, അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇടപെടലുണ്ടാകും എന്ന് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ആ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്ന് വാഹന റാലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തെ സജ്ജരാക്കുക, ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുക, വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ യാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമാകുന്നത്. കവടിയാറിൽ നിന്ന് തുടക്കമായ റാലി അതിപ്പോൾ ടാഗോർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റാലി ടാഗോർ തിയേറ്ററിൽ എത്തിയതിനു ശേഷം അവിടെ വലിയ സമ്മേളനം ആരംഭിക്കും. ലഹരിക്കെതിരായ ബോധവൽക്കരണം, അതാണ് ഈ യാത്രയുടെ പ്രത്യേക ലക്ഷ്യം. മാധ്യമരംഗത്ത് SKN 40 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു ഉദ്യമവുമായി 24 ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. സമൂഹത്തിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായി ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അക്രമ സംഭവങ്ങളും ഇപ്പോൾ മാറിയിരിക്കുന്നു. അത് വലിയൊരു വിപത്തായി മാറിയിരിക്കുന്നു. കലാലയങ്ങളിൽ, സ്കൂളുകളിലൊക്കെ കുട്ടികൾ ലഹരിക്ക് അടിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്തിടെ കളമശ്ശേരിയിൽ അവിടെ പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവം അറിയാം. അങ്ങനെ അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളിലേക്ക് വലിയ തോതിൽ ഈ ലഹരി എത്തുന്നു. അത് രാസലഹരിയുടെ രൂപത്തിലും അവരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണം. സമൂഹത്തെ ബോധവൽക്കരിക്കണം, കുട്ടികളെ ബോധവൽക്കരിക്കണം. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. കവടിയാറിൽ നിന്നാണ് അല്പസമയം മുൻപ് ഈ വാഹന റാലി ആരംഭിച്ചത്. ഒട്ടേറെ ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്.